എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫയലുകളിൽ ഒന്നിനെ തിരഞ്ഞെടുക്കുക, ആ വ്യക്തിയോടൊപ്പം ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് ആദ്യത്തെ വൃത്താകൃതിയിലുള്ള വെളുത്ത പുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയോടൊപ്പം ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളിലും നിങ്ങളുടെ എല്ലാ ചിന്തകളിലും ആ വ്യക്തിയാണ്. ആ വ്യക്തി നിങ്ങൾക്ക് പ്രചോദനമാണ്. ഈശ്വരവിശ്വാസം ഉള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് ഈശ്വരൻ തന്നെയാണ് ആ വ്യക്തിയെ നിങ്ങൾക്ക് നൽകിയതെന്നുള്ളതാണ്. ആ വ്യക്തിയുമായി ഒന്നിച്ചിട്ട് വളരെ മനോഹരമായ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഉറച്ച ഒരു ഹൃദയത്തോടെ ഉള്ള ആ വ്യക്തിയുടെ ഒപ്പം ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തിക്കൊപ്പം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പേര് ആ വ്യക്തിയോടൊത്തുള്ള ജീവിതത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അനുകൂലിക്കുന്നുണ്ട്, കുറച്ച് പേര് എതിർക്കുന്നുണ്ട്. എങ്ങനെയായാലും ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രേരണ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ മുഴുവനും നല്ലൊരു പക്വതയോടെ കണ്ടൊരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ പക്വത ഉണ്ടാകാൻ കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ച തിരിച്ചടികളാണ്. ആ തിരിച്ചടികളിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച അറിവ്, നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു മിതത്വം, അത് പതുക്കെ പതുക്കെ ആ വ്യക്തി ഇഷ്ടപ്പെടാൻ തുടങ്ങി. നിങ്ങൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ നല്ലൊരു ഹൃദയബന്ധമുണ്ടായി. ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു. ചെറുതാണ്, പക്ഷെ അത് വഷളാകുമോ അല്ലെങ്കിൽ അകലുമോ വലുതാകുമോ എന്നുള്ളൊരു ഭയം നിങ്ങളിലുണ്ട്. ആ ഭയത്തിൻ്റെ സാഹചര്യത്തിലാണ് നിങ്ങളിരിക്കുന്നത്. ഇഴകി ചേർന്നൊരു ബന്ധമാണ്, ദൃഢമാണ്. ആ ബന്ധത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു ഭാഗത്തുനിന്ന്, ഒരുപക്ഷെ ആ വ്യക്തിയുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നാകാം, ശക്തമായൊരു എതിർപ്പ് നിങ്ങളെക്കുറിച്ച് അവർ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചില കാര്യങ്ങളിലുള്ള കുറവ്, അത് നിങ്ങളെ എതിർക്കുന്ന ആ വ്യക്തിയുടെ ആളുകൾ ഉയർത്തിപ്പിടിക്കുന്നു. അതുപോലെ അത് വച്ച് തന്നെ നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ആ ബന്ധത്തെ അകത്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ ആ സാന്നിധ്യത്തെ ഇല്ലാതാക്കാൻ സാധിക്കും. അവരൊട്ടും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ സാന്നിധ്യം. നിങ്ങളുണ്ടായാൽ അവർക്ക് പല നഷ്ടങ്ങളും ഉണ്ടാകുമെന്ന് അവർ ചിന്തിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അവർ നിങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ എല്ലാം അവരുടെ ഇഷ്ടത്തിന്, എല്ലാം അവരുടെ സ്വപ്നത്തിന് നടത്താമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അവരുടെ ആ ചിന്തയെ മാറ്റിമറിക്കുന്നൊരു സംഭവം അവർ മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം അത് പിഴുതെറിയാൻ കഴിയുന്നതല്ല. നിങ്ങൾക്ക് പോലും സ്വയം ആ വ്യക്തിയിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിച്ചാൽ പോലും ആ വ്യക്തി നിങ്ങളെ അതിന് വിടില്ല. ആ വ്യക്തി ശക്തമായതിൽ നിലനിൽക്കും, ശക്തമായതിന് നിൽക്കും. ആ വ്യക്തിക്ക് ഒരു കാര്യത്തിൽ ഒരു കാർക്കശ്യമുള്ളത് നിങ്ങളില്ലാതെ ആ വ്യക്തി ഇല്ല എന്നുള്ളതാണ്. അത് പലർക്കും അറിയില്ല. പലപ്പോഴും ആ വ്യക്തി നിങ്ങളോട് വളരെ ദേഷ്യത്തോടെ പെരുമാറും, നിങ്ങളെ അവഗണിക്കുന്നതായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പെരുമാറും. പക്ഷേ ആ വ്യക്തിക്കറിയാം താൻ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ വേണമെന്ന്. അങ്ങനെ ഒരു വ്യക്തിയെ ആണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. ആ വ്യക്തിയെ നിങ്ങൾ തമ്മിൽ പിരിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. മാത്രമല്ല ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ വ്യക്തിയിൽ ആ വ്യക്തി ഉണ്ടായത് ഒരു ദൈവികമായ നിയോഗമാണ്. അതുകൊണ്ട് ഒന്നും ഭയപ്പെടാനില്ല. ആ വ്യക്തി ഒത്ത് ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സൗഭാഗ്യം ഉണ്ടാവും. നമുക്ക് അടുത്ത പയലിലേക്ക് പോകാം. ആ വ്യക്തിയും നിങ്ങളും, രണ്ടാമത്തെ പയലുകാരെ സംബന്ധിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയും നിങ്ങളും പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെയും പടിവാതിക്കലാണ്, അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ ഉള്ളിലാണ്. നിങ്ങളെ നേടിക്കഴിഞ്ഞു. മാനസികമായിട്ട് നിങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളും സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു എൻഗേജ്മെൻറ്റോ ഒരു വിവാഹമോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ പരസ്പരം ഉറപ്പിച്ചിരിക്കുകയെങ്കിലും ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ടാവും.
ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളുണ്ടാവും, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് വേണ്ടി, നിങ്ങൾ രണ്ടുപേരും അല്ലാത്ത നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകണം. കാരണം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മാത്രം സ്നേഹിക്കുമ്പോൾ, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കുമ്പോൾ ശക്തമായ ഒരു അടിത്തറ ആ ബന്ധത്തിലില്ലാതെ വരും. നിങ്ങളെ സ്നേഹിക്കുന്നവരും ആ വ്യക്തിയെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള നിങ്ങളുടെയും ആ വ്യക്തിയുടെയും വീട്ടുകാരും ചേർന്ന് ഒരുമിച്ചുള്ള ഒരു സൗഹൃദത്തിനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നിങ്ങളോ ആ വ്യക്തിയോ സ്വയം അത്തരമൊരു ബന്ധത്തിൽ നിന്ന്, അത്തരമൊരു വലയത്തിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിക്കുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ദൃഢബന്ധത്തിന് ഭാവിയിൽ ചില ആളുകൾ വിലങ്ങുതടിയായേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ജീവിതത്തിന് സംരക്ഷണമേകാൻ ആരുമില്ലാത്തൊരവസ്ഥ സംജാതമായേക്കാം. നിങ്ങളും വ്യക്തിയും തമ്മിലുള്ള ഏറ്റവും ഉദാത്തമായ ഒരുമിച്ചുള്ളൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷം എന്നും നിലനിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ചെറിയ വിട്ടുവീഴ്ചകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആദ്യം ഉണ്ടാവണം. നിങ്ങളുടെ വ്യക്തിയും വിട്ടുവീഴ്ച നടത്തണം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ പറയാം. നിങ്ങൾ വിട്ടുവീഴ്ച നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ആ വ്യക്തിയോട് പറയാം, ഞാൻ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ഉള്ളതും എനിക്കുള്ളതുമായിട്ടുള്ള ആളുകൾ, അവരെ പൂർണ്ണമായി അവഗണിക്കേണ്ട, അല്ലെങ്കിൽ അവർക്ക് നൽകാനുള്ള പരിഗണന പൂർത്തിയായിട്ട് നൽകുക. ആരെയും വേദനിപ്പിക്കേണ്ട. പക്ഷേ തീരുമാനങ്ങൾ എടുക്കലൊക്കെ നിങ്ങൾ തന്നെ എടുക്കുക. നിങ്ങൾ ആ വ്യക്തിയും തമ്മിലുള്ള ദൃഢമായ ഒരു ജീവിതം തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കണമെങ്കിൽ അതിലപ്പുറവും ഇപ്പുറവും ശക്തിയായിട്ട് നിങ്ങളുടെയോ ആ വ്യക്തിയുടെയോ കുടുംബം ഉണ്ടാകണം. കാരണം ആ രണ്ടാമത്തെ പൈല് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത് ഒറ്റപ്പെട്ട ഒരു ജീവിതമല്ല. കൂട്ടത്തോടെ സമാധാനമായിട്ട് സൗഖ്യത്തോടെ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ പൂവും മുട്ടും ഒക്കെ നിറഞ്ഞ് ഒരു ജീവിതമാണ്. അതിൽ നിങ്ങളുടെ ആ വ്യക്തിയുടെയും മാതാപിതാക്കളുണ്ടാകാം, വയസ്സായവരുണ്ടാകാം, നിങ്ങൾക്കും ആ വ്യക്തിക്കും ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകാം. അവരുമായിട്ടുള്ള സൗഹൃദം, അവരുമായിട്ടുള്ളൊരു ഒരുമിച്ചുള്ള ബന്ധം, അതെല്ലാം കൂടിയാണ് നിങ്ങളുടെ ജീവിതം. അതെല്ലാം കൂടി തന്നെയാണ് നിങ്ങളുടെ മനോഹരമായ ജീവിതം. അപ്പോൾ ആ വ്യക്തിയോടൊപ്പം ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവുമ്പോൾ അതിനെ നിങ്ങൾ ബലപ്പെടുത്തുക. പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യവും അതുതന്നെയാണ്. നിങ്ങൾക്കും ആ വ്യക്തിയോട് ഒരുമിച്ച് സൗഖ്യമായൊരു ജീവിതം ഉണ്ടാവും. എല്ലാ ഈശ്വരാനുഗ്രഹത്തോടു കൂടി, എല്ലാ സൗഖ്യത്തോടു കൂടിയും പരസ്പരം മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.